കോർട്ടിൽ ഈ പിരിയുന്ന സമയത്ത് കേസ് തോക്കാറാവുമ്പോൾ കുറേ അനാവശ്യമൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് അവർ ഫൈറ്റ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് അതെല്ലാം പോട്ടെ, അതൊക്കെ ഞാൻ സഹിച്ചു. അന്ന് പക്ഷെ എനിക്ക് സങ്കടം വന്ന് എപ്പോഴാണെന്നറിയോ, മ്യൂച്വലായിട്ട് എനിക്കൊന്നും വേണ്ട, നഷ്ടപ്പെട്ടൊന്നും വേണ്ട, എനിക്ക് ഡിവോഴ്സ് ഒന്ന് തരുമോ, സമാധാനിക്ക്, എനിക്ക് കേസിന് കൊടുക്കാനും പൈസയില്ല, അഡ്വക്കേറ്റിന് കൊടുക്കാൻ കാശില്ല. ആ പൈസ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മക്കൾക്ക് ആ സമയത്ത് ഇത് വാങ്ങിച്ചു കൊടുക്കാം, ലാക്ടോജൻ വാങ്ങിച്ചു കൊടുക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെ നോക്കാം. സോ എനിക്ക് ഒന്നും വേണ്ട, നഷ്ടപ്പെട്ടാലും നഷ്ടം, ഞാൻ ഒന്നേന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തോളാം ജീവിതം. അപ്പോൾ ഹി വാസ് ഹാപ്പി. ഓക്കെ, അപ്പോൾ സന്തോഷമായി, ഒന്നും തരണ്ട, ഈസി ആയിട്ട് ഒഴിയാനും പറ്റി. മ്യൂച്വലായിട്ട് ഒരു തവണ ഇവരെ കാണണം അവസാനമായിട്ടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പുള്ളീനെ ഒരു കുറച്ചെങ്കിലും ഒരു റെസ്പെക്റ്റ് കൊടുത്തു. പക്ഷെ പറഞ്ഞിട്ടില്ല. അഡ്മിഷൻസിന് പോകുമ്പോഴും അവിടെ പോകുമ്പോഴും ഇവിടെ പോകുമ്പോഴും എൻ്റെ മക്കൾ ധൈര്യമായിട്ട്, എൻ്റെ അമ്മ ഡിവോഴ്സ്ഡാണ്, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, എവിടെയും താഴ്ന്നു കൊടുക്കാത്തൊരു വ്യക്തിത്വമുണ്ട്, ആരെയും സോപ്പിടാൻ എനിക്ക് അറിയത്തില്ല, ഗോഡ് ഫാദർ ഇല്ല, വീട്ടിൽ ഒരുപാട് ഭയങ്കര ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇല്ല. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ഫീൽഡിൽ ഞാൻ കുറച്ചുകൂടിയൊക്കെ ഷൈൻ ചെയ്ത് നടന്നേനെ. കരിയറിലെ മറ്റൊരു പൊന്തോലായിരുന്നു നമ്മുടെ ഈ ഹംഗാമ അവാർഡ് കേരളത്തിൽ നിന്നും നേടിയ ഒരേ ഒരു മലയാളി, അതും ശ്രേയാജിയോടൊപ്പം. ആ ഒരു മൊമെന്റ് ജീവിതത്തിൽ ഭയങ്കര ഒരു മൊമെന്റ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറേ ഇങ്ങനെ വിഷമങ്ങൾ ദൈവം തന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസസ് ഇടയ്ക്കിടയ്ക്ക് ദൈവം തരാറുണ്ട്. ഞാൻ വിട്ടിട്ടില്ല, കൂടെയുണ്ട്, വിഷമിക്കണ്ട. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ തളർന്നിരിക്കുന്ന ഒരു സമയത്തായിരിക്കും എനിക്ക് ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു കാര്യം വരുന്നത്. ഇതുവരെ എൻ്റെ ലൈഫിൽ എനിക്കിപ്പോൾ തുറന്ന് പറയുന്നതുകൊണ്ട് മടിയൊന്നുമില്ല. ഞാനൊരു സാലറീഡ് ഒരു പേഴ്സൺ അല്ല, ഞാൻ മ്യൂസിക് മാത്രം കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. സോ ഗാനമേള എന്ന് പറയുന്ന ഇത് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് വർഷമായി. അത് ഒന്നാമത് അമ്മയ്ക്ക് ഇടയ്ക്കൊരു വയ്യായിക വന്നു, ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, 4 ബ്ലോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചീനെ നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ശ്രദ്ധിച്ചേ പറ്റൂ. ഞാനൊരു ആർട്ടിസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു സിംഗറാണ്, മ്യൂസീഷ്യനാണ് എന്നതിനേക്കാൾ ഉപരി ഞാനൊരു മകളാണ്, ഞാനൊരു സിസ്റ്ററാണ്, ഒരു ഫാമിലീനെ കെയർ ചെയ്യേണ്ട ഒരാളും കൂടിയിട്ടാണ്. അപ്പോൾ എനിക്ക് 6 മാസത്തോളം ഞാൻ വർക്കൊന്നും ചെയ്യാണ്ട് എനിക്ക് വീട്ടിൽ ചേച്ചീനെ കെയർ ചെയ്യേണ്ടി വന്നു, അമ്മയെ കെയർ ചെയ്യേണ്ടി വന്നു. അതിനുശേഷം എനിക്ക് ഭയങ്കര ഫിനാൻഷ്യൽ ക്രൈസിസും കാര്യങ്ങളും ഒക്കെ വന്നു. ആ സമയത്ത് എനിക്ക് എൻ്റെ ഈ ആരോ എന്ന് പറയുന്ന പാട്ട് ആകാശ് പ്രകാശ് പ്രൊഡക്ഷൻ്റെ ഇതിൽ ഞാൻ ലിറിക്സ് ചെയ്ത് മ്യൂസിക് ചെയ്തിട്ട് ആൽബം ഒക്കെ ഇറങ്ങി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നോമിനേഷനൊക്കെ അവർ തന്നെ കൊടുത്തു, പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് തന്നെ കൊടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു നോമിനേഷനിൽ വന്നിട്ടുണ്ട് 5 ലാംഗ്വേജിൽ നിന്ന്, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളത്തിൽ എൻ്റെ പേരാണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് അവാർഡാണ്, നോൺ ഫിലിമി എൻ്റെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു അവാർഡാണ്. ഹംഗാമ എന്ന് പറയുന്ന ബെസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ എനിക്കൊരു ഭയങ്കര ആഗ്രഹം പോകണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ആ സമയത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പോകാനുള്ളൊരു മറ്റു കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതിനെനിക്ക്. പക്ഷേ അപ്പോഴും എന്നെ ആ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ആകാശ് പ്രകാശായിട്ടുണ്ട്, സോണി പോയിക്കോ, നമുക്ക് കിട്ടുമോ ഇല്ലേ എന്നുള്ളതൊക്കെ സെക്കൻഡറി. ബട്ട് ഇങ്ങനൊരു വലിയൊരു വേദിയിൽ ശ്രേയാജിയുടെ കൂടെയൊക്കെ ഒരു നോമിനേഷൻ കിട്ടിയിട്ട് പോവാതിരിക്കണ്ട, പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പോകുന്ന സമയത്ത് ഞാൻ എയർപോർട്ടിൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ എപ്പോഴും എൻ്റെ കൂടെ എപ്പോഴും സന്തത സാഹചര്യമായിട്ടുള്ള ചേച്ചിയാണ് ഗീത ചേച്ചി. ഏകദേശം നമ്മൾ പറയത്തില്ല, നമ്മുടെ ഒരേ പോലത്തെ അവസ്ഥകളുള്ളവർക്കായിരിക്കും ഒരാളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞാൽ ആതിരയ്ക്കത് മനസ്സിലാവണമെങ്കിൽ ഏതെങ്കിലും പോയിന്റിൽ തീർച്ചയായും ആ അവസ്ഥ ആതിരയും കൂടി ഫേസ് ചെയ്യണം, അല്ലാതെ ഞാനിതൊന്നും സംസാരിച്ചിട്ട് കാര്യമായും. സോ എയർപോർട്ടിൽ എന്നെ ഇറക്കി വിടുമ്പോൾ ഞാനിങ്ങനെ ഭയങ്കര വിഷമത്തിലായിരുന്നു. എനിക്കറിയത്തില്ല അന്ന് എന്താ സങ്കടം. ഞാൻ കരഞ്ഞുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട്, അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര സങ്കടം. എയർപോർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവർക്കും ഒന്നും എന്നെ കാണാൻ പറ്റത്തില്ല. പിന്നെ ഞാനിങ്ങനെ അതിനുള്ളിൽ നിന്നൊക്കെ കയറുമ്പോഴൊക്കെ ഞാൻ കരയുക. എന്താണ് എനിക്ക് ഇത്ര വിഷമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഭാഗ്യത്തിന് എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു കൂടെ കൊളീഗ്, അവരുടെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അല്ലാതെ എൻ്റെ കയ്യിലൊരു വലിയൊരു എമൗണ്ട് ഒന്നുമില്ല. ഓക്കെ, ഇതൊക്കെ ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സങ്കടം വരില്ലേ? ആ ഒരു സങ്കടമായിരുന്നു എനിക്ക്. എന്നാൽ ഞാൻ പോകുന്നത് ഒരു നോമിനേഷൻ കിട്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അങ്ങോട്ട്. ഞാൻ ചെന്നു,
അവിടെ പോയി. അപ്പോൾ ഞാൻ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന, ചെറുതിലോട്ട് എൻ്റെ ഇൻസ്പയർ ആയ സുനിത റാവു മാം അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ വിശാൽ ശേഖർ, അല്ലാതെ ഹിന്ദിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ്, റൈറ്റേഴ്സ് എല്ലാവരും അവിടെയുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാവരും കണ്ടു, സന്തോഷം, അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ശ്രേയാജി ആക്ച്വലി മറ്റേതൊരു സ്ഥലത്തായതുകൊണ്ട് വീഡിയോ കോളിൽ വന്നിട്ട് എല്ലാവരെയും ഇതൊക്കെ ചെയ്തിട്ട് പോയി, വിഷയൊക്കെ ചെയ്തിട്ട് മാറിയായിരുന്നു. അപ്പോൾ നമ്മുടെ കാറ്റഗറി ദ ബെസ്റ്റ് ഫീമെയിൽ സിംഗർ കാറ്റഗറി പറഞ്ഞ സമയത്ത് അതിന് മാത്രം ആദ്യം ഇങ്ങനെ പറഞ്ഞു, ബെസ്റ്റ് ഫീമെയിൽ സിംഗർ ഗോസ് ടു ശ്രേയ ഘോഷൽ. സ്വാഭാവികം, ഞാൻ വീട്ടിൽ അപ്പം ഇരുന്നിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്, നമ്മൾ വിചാരിച്ച പോലെ ശ്രേയാജിക്കാണ്. പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല, വന്നിട്ടില്ല, അത് സന്തോഷം. പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള സുനിതാറാവ് മാം ഉണ്ട്, എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിയാൻ പോകുന്നതിന് മുമ്പ് അവിടുത്തെ ഹങ്കാമയിൽ മെയിൻ ഒരു മാം ഉണ്ട്. മാം അവിടെ നിന്ന് പറഞ്ഞു, അല്ല ആ കാറ്റഗറിയിൽ ഒരാൾക്ക് കൂടി അവാർഡ് ഉണ്ടെന്ന്. അവിടെ എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻസ് ആങ്കറുമായിട്ട് നടക്കുന്നുണ്ട്. പെട്ടെന്നാണ് എനിക്കൊരു മൊമെൻറ്റോ എൻ്റെ പേര് പറയുന്നത്, ഈ ക്യാരക്ടറിന് പറഞ്ഞിട്ട് ഒരാൾക്കും കൂടി അവാർഡ് ഉണ്ടെന്ന്. സത്യത്തിൽ ഞാൻ ഇതെല്ലാ വിഷമവും കൂടി വെച്ചിട്ട് ഞാൻ കരഞ്ഞു കേട്ടോ, ഭയങ്കരമായിട്ട് കരഞ്ഞു. എനിക്ക് ഹിന്ദി അറിയാവുന്നത് കൊണ്ട് ഹിന്ദിയും ഇംഗ്ലീഷും എന്തൊക്കെയോ ചേർത്തിട്ട് എന്തൊക്കെയോ കരഞ്ഞു സ്റ്റേജിൽ. എന്നിട്ട് സുനിത മാമിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു. സുനിത മാം അപ്പം തന്നെ സ്റ്റേജിൽ വന്നു. എനിക്ക് അവരുടെയൊക്കെ ഒരു കാര്യം എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല, അവരുടെ ഒരു ഹംബിൾനെസ്, ഇവിടുത്തെ അവിടുത്തെ നമ്മുടെ വ്യത്യാസം. എനിക്ക് മൊമെൻറ്റോ കിട്ടിയിട്ട് എൻ്റെ അടുത്ത് പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ എൻ്റെ മൊമെൻറ്റോയും മൈക്കും കൂടി എനിക്ക് പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു. വിശാൽ ശേഖർജിയാണ് എൻ്റെ മൊമെൻറ്റോ വാങ്ങിച്ച് കൈ പിടിച്ചിട്ട് നിൽക്കുന്നത്. സോണിയുടെ ഒരു എല്ലാം ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ചെയ്യില്ല, ഇവിടെ ഉള്ളവർ ചെയ്യില്ല. ഞാൻ ഉറപ്പിച്ച് പറയാണ്, ഇവിടെ ഉള്ള ഒരാൾക്കും ആ ഒരു മനസ്സ് വരത്തില്ല. കാരണം നമ്മൾ കണ്ടു പഠിക്കേണ്ട കാര്യം അതൊക്കെയാണ്, അതാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ട കാര്യം. ചിലപ്പോൾ മൾട്ടി ടാലന്റ് വെച്ചിട്ടായിരിക്കും എനിക്ക് കൺസിഡർ ചെയ്തത്. അവിടെയൊക്കെ ദൈവത്തിൻ്റെ ഒരു കളിയുണ്ട്. നിങ്ങൾ ചിലപ്പോൾ നിസ്സാരമായിട്ട് ഒരുപാട് പാട്ട് കേട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും ഒരു അപ്രൂവൽ തരുന്നത്. പക്ഷേ ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു പാട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫുൾ സോളും നമ്മുടെ ഫുൾ എഫേർട്ടും ക്രിയേറ്റിവിറ്റിയുടെ ഇതും പാട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ബിക്കോസ് കോപ്പി വരാൻ പാടില്ല, മറ്റൊരു പാട്ടോട് സാദൃശ്യം വരാൻ പാടില്ല. ആകെ കുറച്ച് രാഗാസേ ഉള്ളൂ, ഈ രാഗാസിനെ നിർത്തിക്കൊണ്ട് പാട്ട് ചെയ്യണം. എന്നാൽ മറ്റൊരു പാട്ടുമായിട്ട് ഒരു ബന്ധം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് വേണം നമ്മളൊരു പാട്ട് ചെയ്യാനായിട്ട്. അതിലാണെങ്കിൽ അധികം ഓർക്കസ്ട്രേഷൻ ഒന്നുമില്ല. ആ ഒരു പാട്ട് ഭയങ്കര ഒരു, എനിക്ക് ഈ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വരിയും അതുപോലെ ഫീൽ ചെയ്തൊരു ഭാഗമുണ്ട്. അത് മനസ്സകത്തിയൽ താരക്കൂട്ടിലെ കണ്ണിൽ കൊരുത്തോല തുമ്പാലിൻ കരള കോരത്തു, മനസ്സകത്തിയൽ താരക്കൂട്ടിലെ കണ്ണിൽ കൊരുത്തോല തുമ്പാലിൻ കരളു കോരത്തു, പള്ളിയിലെന്നോ കൊന്തയ്ക്കൊപ്പം പ്രണയം ചേർത്തു കൊടുത്തോരോ പ്രായം. ശരിക്കും നമ്മൾ ഇതുപോലെ കാലം കടന്ന് ലാസ്റ്റ് ഒരു സ്റ്റേജിലെത്തുമല്ലോ. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കും, ഇപ്പോൾ ഒരു തീരുമാനം എടുത്തു, ഈ ഒരു പ്രായത്തിൽ തോന്നും ഇത് ശരിയാണ് തീരുമാനം. അപ്പോൾ ആക്ച്വലി പുള്ളി വേറെ കല്യാണം കഴിച്ചു, അതിൽ കുട്ടികളുണ്ട്. അതിന് ഞാൻ എവിടെയും പറയാത്തൊരു കാര്യമാണ്. ആക്ച്വലി എനിക്ക് ആരെയും അങ്ങനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒരു സാധനത്തിന് എടുത്തിട്ട് ഒരു സ്ഥലത്ത് ഇട്ടിട്ട് അവിടെ ഒരു സെൻറ്റിമെൻറ്റ്സ് കിട്ടിയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയി തീരാൻ എനിക്കിഷ്ടമല്ല. എനിക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് മതി. അല്ലാതെ ഞാൻ കുറേ ഞാൻ ഭയങ്കര പ്രശ്നത്തിലായിരുന്നു, ഞാൻ എന്നിട്ട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തു, എന്നിട്ട് ഇങ്ങനെയായി അങ്ങനെയായി എന്ന് പറഞ്ഞിട്ട് എന്നെ ആരും അംഗീകരിക്കണം എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഞാൻ ഇതുവരെ ഒരു പേരോ അല്ലെങ്കിൽ ആരാണെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാണ്, ഒരു എക്സ് എന്ന് പറയുന്ന ആ വ്യക്തിയെ എനിക്ക് എപ്പോഴെങ്കിലും ദേഷ്യമോ വിഷമമോ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒറ്റ തവണയേ തോന്നിയിട്ടുള്ളൂ. എൻ്റെ ഇത് കരിയർ എങ്ങനെ ആക്കിയാലേ അത് പോട്ടെ, അതൊന്നും വിഷയമല്ല. പക്ഷേ കോർട്ടിൽ ഈ പിരിയുന്ന സമയത്ത് കേസ് തോക്കാറാവുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ ആ സമയത്ത്
വക്കീൽ അഡ്വക്കേറ്റ്സ് പറഞ്ഞു കൊടുക്കുന്നതാവാം, കുറേ അനാവശ്യമൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് അവർ ഫൈറ്റ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് അതെല്ലാം പോട്ടെ, അതൊക്കെ ഞാൻ സഹിച്ചു. അന്നൊക്കെ ഞാൻ എൻ്റെ വീട്ടിലെ സപ്പോർട്ട്, എൻ്റെ ചെറിയമ്മയുടെ സപ്പോർട്ടും, ചെറിയമ്മ അഡ്വക്കേറ്റാണ്, പലതും പ്രൊവോക്ക് ചെയ്യും. ചെറിയ പ്രായമല്ലേ, ഇത് ചെയ്യരുത്, അപ്പോൾ പ്രൊവോക്ക് ചെയ്യുന്നതിൽ നിൽക്കരുത്, വീഴരുത്. നമ്മൾ അതിനെ ടേൺ സ്ട്രൈക്ക് ആയിരിക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ ഈ പക്വതയൊന്നും അന്നില്ല. പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ എതിർത്ത് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറയാം. അപ്പോൾ പക്ഷെ എനിക്ക് സങ്കടം വന്ന എപ്പോഴാണെന്നറിയോ, മ്യൂച്വലായിട്ട് എനിക്കൊന്നും വേണ്ട, നഷ്ടപ്പെട്ടൊന്നും വേണ്ട, എനിക്ക് ഡിവോഴ്സ് ഒന്ന് തരുമോ സമാധാനിക്ക്, എനിക്ക് കേസിന് കൊടുക്കാൻ പൈസയില്ല, അഡ്വക്കേറ്റിന് കൊടുക്കാൻ കാശില്ല. ആ പൈസ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മക്കൾക്ക് ആ സമയത്ത് ഇത് വാങ്ങിച്ചു കൊടുക്കാം, ലാക്ടോജൻ വാങ്ങിച്ചു കൊടുക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെ നോക്കാം. സോ എനിക്ക് ഒന്നും വേണ്ട, നഷ്ടപ്പെട്ടാലും നഷ്ടം, ഞാൻ ഒന്നേന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തോളാം ജീവിതം. അപ്പോൾ ഹി വാസ് ഹാപ്പി. ഓക്കെ, അപ്പോൾ സന്തോഷമായി, ഒന്നും തരേണ്ട, ഈസി ആയിട്ട് ഒഴിയാനും പറ്റി മ്യൂച്വലായിട്ട്. ഒരു തവണ ഇവരെ കാണണം അവസാനമായിട്ടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പുള്ളീനെ കുറച്ചെങ്കിലും ഒരു റെസ്പെക്റ്റ് കൊടുത്തേനെ, പക്ഷെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് എൻ്റെ മക്കളെക്കുറിച്ചാണെങ്കിലും എനിക്ക് സങ്കടമുണ്ട്. കാരണം അവർക്ക് മിസ്സായ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ, അവർക്ക് വിളിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒരു അച്ഛൻ. അപ്പം ഞാൻ ഈ ബോൾഡാവുന്നു എന്ന് പറയുന്നത് സത്യം ഞാൻ അവരുടെ അമ്മയും അച്ഛനുമാണ്. എൻ്റെ മക്കൾ ധൈര്യമായിട്ട്, എൻ്റെ അമ്മ ഡിവോഴ്സ്ഡാണ്, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, പറയുന്ന ഒരു സാഹചര്യത്തെ ഞാൻ നിങ്ങൾ മടിക്കരുത്, ആരെങ്കിലും ചോദിച്ചാൽ കുറവ് വരുത്തിയിട്ടില്ല, മടിക്കരുത്, നിങ്ങൾ ധൈര്യമായിട്ട് പറയണം എൻ്റെ അച്ഛൻ ഡിവോഴ്സ്ഡ് ആണ്. അങ്ങനെ പറയാനുള്ള ഒരു ഇത് ഞാൻ വരുത്തിയിട്ടുണ്ട്. പ്ലസ് സ്ത്രീകളെ ബഹുമാനിക്കുക, അവരെ നിങ്ങൾ പഠിച്ച് വലിയ ആളൊന്നും ആവണ്ട, ഒന്നും സമ്പാദിക്കണ്ട, റെസ്പെക്റ്റ് വുമൻ ഫസ്റ്റ്. ഒരാൾ പോലും നിങ്ങൾ വേറെ എന്ത് ചെയ്തു നിങ്ങൾ പരാതി കേട്ടോ, ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞോട്ടെ, എനിക്ക് വിഷയമില്ല, നിങ്ങൾ തോറ്റു, പരീക്ഷയ്ക്ക് തോറ്റു, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരിക്കലും ഒരു പെണ്ണിനെ കരയിപ്പിച്ചു എന്നോ വിഷമിപ്പിച്ചോ ഒരു പെൺകുട്ടീനെ സങ്കടപ്പെടുത്തിയ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരരുത്. ഇത് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അനിയത്തി എന്നേക്കാൾ 5 വയസ്സ് താഴെയാണ്, പക്ഷെ അനിയത്തി എന്നേക്കാൾ വളരെ മെച്ചുവേർഡായിരുന്നു. കല്യാണം വന്നപ്പോൾ തന്നെ അവൾ വേണ്ടാന്ന് ഒരുപാട് പറഞ്ഞതായിരുന്നു. അവൾ വളരെ, പക്ഷെ അന്നൊക്കെ കുട്ടിയല്ലേ, കുട്ടിയുടെ വാക്കിന് വിലയുണ്ടാവും. ഇന്നും പറയും, ഇന്നും ആ കാര്യം പറയും. ഇപ്പോഴാണെങ്കിലും പറയും, കാരണം കല്യാണം ഒരുപാട് പെൺകുട്ടികളുടെ ആഗ്രഹത്തിന്, അതായത് ആഗ്രഹം കുറച്ചും കൂടി വലുതാക്കി കൊടുക്കുന്നതായിരിക്കും കല്യാണം എന്ന് പറഞ്ഞിട്ടാണ് ഇന്നും കല്യാണത്തിലേക്ക് പെൺകുട്ടികളെ. പക്ഷേ ആദ്യം നമ്മളാരും 100% പെർഫെക്റ്റ് ആൾക്കാരല്ല, നമുക്ക് ഒരുപാട് ഡ്രോബാക്സ്, നമ്മുടെ ഒരുപാട് നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. ആദ്യം ചിന്തിച്ചാണ്, അല്ലെങ്കിൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന എല്ലാവരും ചിന്തിച്ചാണ്, ഇത്ര പാട്ട് പാടി എന്നിട്ടും അറിയാത്തൊരു വിഷമമുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് അതൊന്നും അല്ല വിഷമം. എനിക്ക് ഹാപ്പിനെസ് വേണം എപ്പോഴാണെന്നറിയോ, എനിക്ക് എന്തെങ്കിലും ഈ ചുമടൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് സമാധാനമായിട്ട് എവിടെയെങ്കിലും ഇരിക്കണം. എനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു സാഹചര്യം എൻ്റെ ലൈഫിൽ ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ മാത്രമായിരിക്കും ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പാട്ട് ചെയ്യുന്നതും മ്യൂസിക്കിൽ നിൽക്കുന്നതും എല്ലാം പറയുന്നത് ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എൻ്റെ ഒരു ഉപാധിയാണ്. അതും സ്ട്രഗിൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കൊരു വ്യക്തിത്വമുണ്ട്, എവിടെയും താഴ്ന്നു കൊടുക്കാത്തൊരു വ്യക്തിത്വമുണ്ട്, ആരെയും സോപ്പിടാൻ എനിക്ക് അറിയത്തില്ല, ഗോഡ് ഫാദർ ഇല്ല, വീട്ടിൽ ഒരുപാട് ഭയങ്കര ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇല്ല. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഈ പറയുന്ന ഫീൽഡിൽ ഞാൻ കുറച്ചുകൂടിയൊക്കെ ഷൈൻ ചെയ്യുന്നതാണ്. ഇതൊന്നുമില്ലെങ്കിലും ടാലന്റിന്റെ കാര്യത്തിലൊന്നും ഇതിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. ഹൈലി ടാലന്റഡ് ഇതിന്റെ. പക്ഷേ ഒരു സത്യമുണ്ട്, മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സിംഗറായ സോണി അതിനുശേഷം മ്യൂസിക് ഡയറക്ടർ, മ്യൂസിക് കമ്പോസർ, ലിറിസിസ്റ്റ് എല്ലാമായി മാറുന്നു, ഓൾ ഇൻ ഓൾ ആവുന്നു സംഗീതത്തിൽ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡിസിഷൻ എടുത്തത് എങ്ങനെയായിരുന്നു? ഡിവോഴ്സ് ആയ സമയത്ത് എല്ലാവർക്കും ഒരു ഭയങ്കര വിഷമം, അല്ലെങ്കിൽ സൊസൈറ്റി എന്തു പറയും, ഇങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസ്, ഇനി എന്തെന്നുള്ളൊരു ചോദ്യം, ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ സമാധാനം കണ്ടെത്തിയത് എഴുത്തിലൂടെയായിരുന്നു, എഴുതുമായിരുന്നു. അപ്പോൾ അത് ഒരു പക്ഷേ ഈ വാലന്റൈൻസ് ഡേക്ക് അന്ന് ആ വർഷം എഴുതിയൊരു പാട്ട് ഈ വാലന്റൈൻസ് ഞാൻ റിലീസ് ചെയ്യും. എന്നെന്നും എൻ ജീവനായി നീ എന്നൊരു സോങ്ങാണ്. അപ്പോൾ സോങ്സ് അങ്ങനെ എഴുതുമായിരുന്നു. അന്നൊരു 6-8 പാട്ടോളം എഴുതി എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്ത്
ഞങ്ങൾ വേണുചേട്ടൻ, വിധുചേട്ടൻ, അങ്ങനെ കുറേ പേര് പാടി. മധുചേട്ടൻ പാടി. പൊൻചിങ്ങ കണി കാണുന്നേരം അത് റിലീസായിരുന്നു, ആദ്യാനുരാഗം എന്ന് പറഞ്ഞിട്ട്. ആ ആൽബത്തിന് പേര് ആദ്യാനുരാഗം എന്നായിരുന്നു. ആലോചിക്കണം, 2005-ലോ 2006-ലോ ഉള്ള ഒരു കാലമാണ്. അന്നോട്ട് ഞാൻ മ്യൂസിക് ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പിന്നീട് ഞാനങ്ങ് വിട്ടു. ആ ഒരു സമാധാനം, അല്ലെങ്കിൽ വീണ്ടും ഞാൻ ഇരിക്കാനുള്ള അതൊക്കെ മാറി. പിന്നെ നമ്മൾ മൈൻഡൊക്കെ ഓക്കെ ആയി. പിന്നെ എനിക്ക് പ്രോഗ്രാംസ് തുടങ്ങി, റീസ്റ്റാർട്ട് ചെയ്തു, ഷോസ് പോകാൻ തുടങ്ങി, പുറത്തേക്ക് ഷോ പോകാൻ തുടങ്ങി, UK, US അങ്ങനെയൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ മെയിൻലി ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ, സിംഗേഴ്സ് ഒരുപാടുണ്ട്. ഫിലിമിൽ സിംഗേഴ്സ് ഇഷ്ടം പോലെയുണ്ട്, ഭയങ്കര കോമ്പറ്റീഷനാണ്. പിന്നെ എത്രത്തോളം നമ്മൾ എപ്പോഴും കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അവർ പറയുന്നൊരു വാക്കാണ് ചാൻസ് ചോദിക്കുന്ന പോലെ തന്നെ. പാട്ടിനായാലും നമ്മൾ അവരെ ഓർമ്മിപ്പിക്കണം എന്നുള്ള, അവർ പറയുന്നതിൽ തെറ്റില്ലായിരിക്കാം. മേ ബി എപ്പോഴും വിളിക്കണം, മെസ്സേജ് ചെയ്യണം, ഓർമ്മിപ്പിക്കണം. ഞങ്ങൾക്ക് ഒരുപാട് പേരെ ഞങ്ങൾ കാണുന്നതാണ്, ഒരുപാട് സിംഗേഴ്സ് ഉണ്ട്, മറന്നുപോകും. സത്യത്തിൽ എനിക്ക് അങ്ങനെ വിളിക്കാനും മെസ്സേജ് അത് ചെയ്തുകൊണ്ടിരിക്കാനുള്ളൊരു എനിക്ക് എൻ്റെ മുന്നേ സമയമില്ല. വേറൊരാൾ എൻ്റെ വീട്ടിൽ എൻ്റെയും കുടുംബത്തിലെ കാര്യം നോക്കാനുണ്ടെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി മാത്രം ഇരിക്കാം. നേരത്തെ പറഞ്ഞാൽ സെൽഫ് മാർക്കറ്റിങ്ങിന് ഇരിക്കാം, ഒരു PR വർക്കിന് ഒരാളെ വിളിച്ചിട്ട് അവർ കുറച്ച് പൈസ കൊടുത്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാം. ഇതൊന്നും എനിക്ക് പറ്റത്തില്ല. ഞാൻ അതൊക്കെ ഉണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾ നോക്കും, വീട്ടിലെ കാര്യങ്ങൾ നോക്കും. എന്നെപ്പോലെ ചിന്തിക്കുന്ന കുറച്ച് സിംഗേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാം. അതായത് വേറെ എവിടെയും പോയിട്ട് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമില്ലാതെ, കഴിവുണ്ട് പക്ഷെ എങ്ങനെ അവിടെ കഴിവ് പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് അറിയാതെ, അവസരം കൊടുക്കാൻ ആരും ഇല്ലാതെ ഇരിക്കുന്നവരുണ്ട്. അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ആദ്യം എല്ലാവരും പ്രാർത്ഥിച്ച് എനിക്കൊരു നല്ലൊരിത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാനത് ചെയ്യും. സോണി എഴുതുന്നതാണെങ്കിലും പാടുന്നതൊക്കെയാണ് പ്രണയം, അതിലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമായിരുന്നു. പ്രണയത്തെ പറ്റി ഒരുപാട് പാടിയൊരു ഗായകനായിരുന്നു P. ജയചന്ദ്രൻ സാർ. ജയചന്ദ്രൻ സാറിൻ്റെ കൂടെയും വേദി പങ്കിടാൻ പറ്റി. ആ ഒരു മെമ്മറി എന്താണ്? ഇപ്പം അടുത്ത കാലത്താണ് അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞത്. അപ്പം ഞാൻ അന്ന് പ്രോഗ്രാം ചെയ്യുന്നത് തൊഴുവങ്കോട് ടെമ്പിൾ ട്രിവാൻഡ്രത്തായിരുന്നു. അന്ന് മഞ്ചേരി ഞങ്ങളായിരുന്നു സിംഗേഴ്സ്. ഒബ്വിയസ്ലി ഞാൻ ഫാസ്റ്റ് നമ്പേഴ്സ് തന്നെയാണ് പാടിയത്. അദ്ദേഹത്തിൻ്റെ കൂടെ പാടാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ ഒരുപാട് സിനിമാ പാട്ടുകളുണ്ടെങ്കിലും എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ചൊരു കഥ പറയാൻ ഓർമ്മയിലുള്ളതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കുടുംബത്തിൽ അവരുമായിട്ട് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ജയചന്ദ്രൻ സാറ്. മൂത്ത ആളെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഉറപ്പായിട്ട് ഇതൊരു ആൺകുട്ടിയായിരിക്കും, വളരെ നല്ലൊരു ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു കുട്ടി മോനായിരിക്കും എന്നൊക്കെ പറഞ്ഞത് ഇന്നും ഞാൻ വളരെ ബ്ലെസ്സിങ് പോലെ ഓർക്കുന്നു. യെസ്, ആ വേർഡ്സ് സത്യം. അദ്ദേഹത്തിന് ആ ഒരു ഇതിനെ സ്മരിച്ചുകൊണ്ട് സിനിമ പാട്ടിന് ഇഷ്ടംപോലെ പാട്ടുകളുണ്ടെങ്കിലും എനിക്കിഷ്ടമുള്ളൊരു പാട്ട് പാടാം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഒരുപാട് ഗാനങ്ങൾ. അതുപോലെ ഇപ്പം സംഗീതത്തിന് അല്ലെങ്കിൽ ഗാനത്തിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സന്തോഷത്തിനാണെങ്കിലും സങ്കടത്തിനാണെങ്കിലും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ ഒരു പാട്ടിന് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും. ഇപ്പോൾ ഒരു പാട്ട് എനിക്ക് കമ്പോസ് ചെയ്യാൻ കിട്ടിയാലോ ഒരിക്കലും ഞാൻ മാക്സിമം പാട്ടിന് വരികൾ മുറിക്കാതെയും, അവരെഴുതുമ്പോൾ ഒരുപാട് ആഗ്രഹിച്ചായിരിക്കും എഴുതുന്നത്. അപ്പോൾ അതിനെ മുറിക്കാനും മാറ്റാനും ഒക്കെ പറയുന്നതിനേക്കാളും നമ്മൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് ഇപ്പോൾ കാലവും കടന്ന് ഞാൻ അതിനകത്ത് ഒരു വരി പോലും അത് എഴുതാൻ മാറ്റിയിട്ടില്ല. അതിനെ തന്നെ എങ്ങനെ നമുക്ക് ബെസ്റ്റ് ആയിട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും ജീവിതത്തിൽ, അതായത് ജീവിതത്തെ സംഗീതം കൊണ്ടും സ്നേഹം കൊണ്ടും ഒക്കെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരിയാണ് സോണി. എന്താണെങ്കിലും സംഗീത ജീവിതത്തിലാണെങ്കിലും അതുപോലെ തന്നെ ജീവിതത്തിലാണെങ്കിലും ഉയരങ്ങൾ തന്നെ കീഴടക്കി ഇങ്ങനെ മുന്നേറാൻ വേണ്ടിയിട്ട് സോണിക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എനിക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ, എന്നെ അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ഞങ്ങളെ ഫാമിലീനെ എല്ലാവരെയും പ്രാർത്ഥന, നിങ്ങളുടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രാർത്ഥന കിട്ടുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന എൻ്റെ ആഗ്രഹങ്ങളെല്ലാം
സാധിക്കും. നേരത്തെ പറഞ്ഞ ഉടൻ തന്നെ സമാധാനപരമായ ഒരു സന്തോഷപരമായ ടെൻഷൻ ഇല്ലാത്ത ഒരു ലൈഫ് കിട്ടണം. താങ്ക് യു സോ മച്ച്.